നമസ്കാരം, വെൽക്കം ബാക്ക് ടു ലാൻഡ്സ് ഓൺ ഹബ്. ഇന്ന് കുറച്ച് കാര്യങ്ങളെക്കുറിച്ച് സംസാരിക്കാമെന്ന് വിചാരിച്ചു. വേറെ ഒന്നുമല്ല, നമ്മുടെ ആപ്പിൾ ഐപാഡ് 9th ജനറേഷനും ഐപാഡ് മിനി 6th ജനറേഷനും ലോഞ്ചായി. സോ കുറേ പേര് ചോദിച്ചു, അതായത് 9 എടുക്കണോ, മിനി എടുക്കണോ, അതോ 8th ജനറേഷൻ എടുക്കണോ, അങ്ങനെ കുറച്ച് ഡൗട്ട്സ് ചോദിച്ചു. അതിനെക്കുറിച്ചൊരു ക്ലാരിറ്റി ഞാൻ നിങ്ങൾക്ക് തരാൻ ശ്രമിക്കാം. അതുമാത്രമല്ല, ആസ് എൻ 8th ജനറേഷൻ ഐപാഡ് യൂസർ ഞാനിതെടുത്തിട്ട് ഏകദേശം 3-4-5 മാസമേ ആയിട്ടുള്ളൂ. ഇനി എനിക്ക് 9th ജനറേഷൻ എടുത്താൽ മതിയായിരുന്നു എന്നുള്ളൊരു റിഗ്രഷൻ ഉണ്ടോ ഇല്ലയോ, അല്ലെങ്കിൽ വാട്ട് ഈസ് മൈ പെർസ്പെക്റ്റീവ്, അല്ലെങ്കിൽ വാട്ട് ഡു ഐ തിങ്ക് ഓഫ് ദി 9th ജനറേഷൻ എന്നുള്ളൊരു കാര്യം കൂടി ഞാൻ പറഞ്ഞുതരാം. സോ ലെറ്റ്സ് ഗെറ്റ് സ്റ്റാർട്ടഡ്. സോ ഫസ്റ്റ് തന്നെ 9th ജനറേഷൻ ഐപാഡ് 9th ജനറേഷനിൽ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെടാത്ത കുറച്ച് കാര്യങ്ങൾ പറയാം. ഒന്നാമത്തെ കാര്യം, ആപ്പിൾ പെൻസിൽ 2nd ജനറേഷൻ സപ്പോർട്ട് വരുമെന്ന് പ്രതീക്ഷിച്ചു. ബട്ട് സ്റ്റിൽ ആപ്പിൾ പെൻസിൽ 1st ജനറേഷൻ സപ്പോർട്ടേ ഉള്ളൂ. വിച്ച് മീൻസ് ദാറ്റ് 2nd ജനറേഷൻ ആപ്പിൾ പെൻസിലിന് കുറേ രീതിയിലുള്ള ജെസ്റ്റേഴ്സും അതേപോലെ തന്നെ സൈഡിൽ മാഗ്നറ്റിക് ആയിട്ട് ചാർജിങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ട്. നോർമൽ ആപ്പിൾ പെൻസിൽ 1st ജനറേഷൻ ചാർജ് ചെയ്യുന്നത് കാണാൻ കോമഡിയാണ്. ഇതൊരു ആപ്പിൾ പെൻസിലാണെങ്കിൽ, ഐപാഡ് പ്രോസിലൊക്കെ 2nd ജനറേഷൻ ആപ്പിൾ പെൻസിലാണെങ്കിൽ ജസ്റ്റ് മാഗ്നറ്റ് വെച്ച് കഴിഞ്ഞാൽ ഇങ്ങനെ ചാർജ് ആയിക്കോളും. വേറെ ഇത് നോർമൽ പെൻസിലാണ്. ഓക്കെ, ആപ്പിൾ പെൻസിൽ 1st ജനറേഷൻ ആണെങ്കിൽ ഒരു സൈഡിൽ ഒരു അടപ്പ് പോലത്തെ ഒരു സാധനം ഉണ്ടാവും. ഇത് ഊരിയതിന് ശേഷം ഈ പോർട്ടിലേക്ക് ഇങ്ങനെ കുത്തി വയ്ക്കണം. ഇങ്ങനെയാണ് ആപ്പിൾ പെൻസിൽ 1 ചാർജ് ചെയ്യുക. സി ഇറ്റ്സ് എക്സ്ട്രീംലി വിയർഡ്, റൈറ്റ്? ദാറ്റ്സ് ഇറ്റ്. ആപ്പിൾ പെൻസിലിൻ്റെ ഒരു ഇഷ്യൂ കഴിഞ്ഞാൽ പിന്നെ എനിക്ക് ഇഷ്ടപ്പെടാഞ്ഞൊരു കാര്യമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, പ്രതീക്ഷിച്ച അത്ര അപ്ഡേറ്റ്സ് ഒന്നും കിട്ടിയില്ല എന്നതാണ്. റൂമേഴ്സ് എല്ലാം സജസ്റ്റ് ചെയ്തിരുന്നത് ഐപാഡ് എയർ 3rd ജനറേഷൻ്റെ ഡിസ്പ്ലേ, അതായത് 10.5 ഇഞ്ച് ഡിസ്പ്ലേ ആയിരിക്കുമെന്ന് പറഞ്ഞു. ബട്ട് നോ, ഇറ്റ്സ് സ്റ്റിൽ 10.2 ഇഞ്ച് റെറ്റിന ഡിസ്പ്ലേ. ഡിസൈൻ്റെ ഭാഗത്ത് യാതൊരു ചേഞ്ചും ഇല്ല. പിന്നെ ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെടാഞ്ഞൊരു കാര്യമെന്ന് പറഞ്ഞാൽ, ഐപാഡിൻ്റെ ഏറ്റവും പ്രീമിയം കളർ അല്ലെങ്കിൽ ഏറ്റവും പ്രീമിയം ഫിനിഷായിട്ട് എനിക്ക് തോന്നിയിരുന്ന ഗോൾഡ് കളർ ഈസ് നോ മോർ. ആൻഡ് എനിക്ക് ആപ്പിളിൽ ഏറ്റവും ഇഷ്ടമുള്ള വൈറ്റ് ഫ്രണ്ട്, ഈ ബെസൽസ് എല്ലാം വൈറ്റ് കളറുള്ള സാധനം, ദാറ്റ് ഈസ് ഓൾസോ നോ മോർ. ബ്ലാക്ക് ഫാൻസ് യു ക്യാൻ എൻജോയ്. സിൽവർ ആൻഡ് സ്പേസ് ഗ്രേ മോഡൽസ് മാത്രമേ ഇനിയോട്ട് ഐപാഡ് 9 അവൈലബിൾ ആയിട്ടുള്ളൂ. ആൻഡ് രണ്ടിൻ്റെയും ഫ്രണ്ട് ബ്ലാക്കാണ്, വൈറ്റ് അല്ല. ബെസൽസ് എല്ലാം ബ്ലാക്കാണ്. ഓക്കെ, എനിക്കിഷ്ടമായില്ല അത്. ഇനി ഇഷ്ടപ്പെട്ട കാര്യങ്ങളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, എനിക്ക് സത്യം പറഞ്ഞാൽ ഐപാഡ് 8th ജനറേഷൻ എടുക്കാതെ 9th എടുക്കാമായിരുന്നു എന്നൊരു തോന്നൽ ഒരിക്കലും വന്നില്ല. ഇനി അങ്ങനെ എടുക്കാമായിരുന്നു എന്ന തോന്നൽ നോർമൽ രീതിയിൽ വന്നില്ല, പക്ഷെ അത് ചില കാര്യങ്ങൾ കൺസിഡർ ചെയ്യുമ്പോൾ അങ്ങനെ ഒരു തോന്നൽ വന്നിരുന്നു. ആൻഡ് ദാറ്റ് ഈസ് ഓൺലി 2 തിങ്സ്. ഫസ്റ്റ് ഓഫ് ഓൾ, ഐപാഡ് 9th ജനറേഷൻ്റെ ഫ്രണ്ട് ഫേസിങ് ക്യാമറ, ഇറ്റ് ഈസ് എക്സ്ട്രീംലി വെൽ ഗുഡ്. ഇതിൻ്റെ ഫ്രണ്ട് ഫേസിങ് ക്യാമറ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 8th ജനറേഷൻ്റെ ഒരു 1.2 മെഗാ പിക്സൽ സെൻസറാണ്. 1.2. സത്യം പറഞ്ഞാൽ അതുകൊണ്ട് ഒരു ഗുണമില്ല. വീഡിയോ കോൾസിന് പോലും അത്ര ക്ലാരിറ്റി ഇല്ല. ബട്ട് ഇറ്റ്സ് സ്റ്റിൽ ഓക്കെ, ആപ്പിൾ ആയതുകൊണ്ട് കുഴപ്പമില്ല. വേറാസ് ഐപാഡ് 9th ജനറേഷൻ്റെ ഫ്രണ്ടിൽ ഐപാഡ് പ്രോ M1-ലുള്ളൊരു ഫീച്ചറാണ് സെൻറ്റർ സ്റ്റേജ്. ആ ഫീച്ചർ എനേബിൾഡ് ആയിട്ടുള്ള 12 മെഗാ പിക്സൽ സെൻസർ, അൾട്രാ വൈഡ് സെൻസറാണ് ഫ്രണ്ടിൽ കൊടുത്തിരിക്കുന്നത്. വിച്ച് ഇസ് അടിപൊളി. ഐപാഡ് എയർ 4th ജനറേഷന് പോലും ഇല്ല സെൻറ്റർ സ്റ്റേജ്. ഐപാഡ് മിനി 6th ജനറേഷൻ ഇപ്പോൾ സെൻറ്റർ സ്റ്റേജ് വന്നിട്ടുണ്ട്. അതായത് ഐപാഡ് പ്രോ സീരീസിൻ്റെ ഫ്രണ്ട് ക്യാമറയാണ് ഐപാഡ് 9 കൊടുത്തിരിക്കുന്നത്. വിച്ച് ഈസ് ഫാൻറ്റാസ്റ്റിക്. പക്ഷേ അപ്പോൾ നിങ്ങൾ ചോദിക്കും, ബാക്ക് ക്യാമറയൊന്ന്. ആ പഴയ വൃത്തിയിട്ട 8 മെഗാ പിക്സൽ ക്യാമറ തന്നെയാണ് ഐപാഡിൻ്റെ 9th ജനറേഷൻ്റെ റിയറിലും കൊടുത്തിരിക്കുന്നത്. പിന്നെ സൈസിൻ്റെ കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ, ദേ ആർ എക്സ്ട്രീംലി ഐഡൻറ്റിക്കൽ, നോ ചേഞ്ച് അറ്റ് ഓൾ എക്സെപ്റ്റ് സ്പേസ് ഗ്രേക്ക് ഐപാഡ് 8th ജനറേഷൻ്റെ ഫ്രണ്ട് വൈറ്റാണ്, 9ൻ്റെ ഫ്രണ്ട് ബ്ലാക്ക് ആയിരിക്കും. പിന്നെ ഗോൾഡ് കളറില്ല. ദാറ്റ് ഈസ് ഓൺലി ദി ഫിസിക്കൽ ഡിഫറൻസ്. പിന്നെ കീബോർഡ് സപ്പോർട്ടിൻ്റെ കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ, സ്റ്റിൽ നമുക്കൊരു സ്മാർട്ട് കണക്ടർ തന്നെ ഐപാഡ് 9 കിട്ടുന്നുണ്ട്. അതിൽ നമുക്കൊരു സ്മാർട്ട് കീബോർഡ് അറ്റാച്ച് ചെയ്യാം. മാജിക് കീബോർഡ് കമ്പാറ്റബിൾ അല്ല. ഇനി ഈ കാര്യങ്ങളെല്ലാം മാറ്റി നിർത്തി കഴിഞ്ഞാൽ, എനിക്ക് ഏറ്റവും കൂടുതൽ സന്തോഷകരമായിട്ട് തോന്നിയൊരു കാര്യം സ്റ്റോറേജ്. Apple have finally upgraded the base storage of the budget iPad from 32 GB to 64 GB. ഇപ്പോൾ എൻ്റെ ഐപാഡിൽ ഏറ്റവും നിങ്ങൾക്ക് നോക്കിയാലുള്ള പ്രശ്നം സ്റ്റോറേജാണ്. എൻ്റെ കയ്യിൽ 32 GB സ്റ്റോറേജ് ഉള്ളൂ. അതിൽ 25 GB യൂസ്ഡ് ആണ്. എന്നാൽ 64 GB ബേസ് സ്റ്റോറേജ് വരുന്നുണ്ട് മറ്റേതിൽ. അത് അടിപൊളി കാര്യമായിട്ട് എനിക്ക് തോന്നി. പിന്നെ പെർഫോമൻസിൻ്റെ കാര്യം എനിക്ക് ഒരു റിഗ്രഷനും ഇല്ല. ഐപാഡ് 8th ജനറേഷനിലുള്ളത് ആപ്പിളിൻ്റെ A12 ബയോണിക് പ്രോസസ്സറാണ്.
ആപ്പിളിൻ്റെ ഐപാഡ് 9 ജനറേഷനിൽ A13 ബയോണിക് പ്രോസസ്സറാണ്. ഓഫ് കോഴ്സ് പെർഫോമൻസ് ഇമ്പ്രൂവ്മെൻറ്റ്സ് ഉണ്ടാവും, പക്ഷേ നമുക്ക് ഇത് പെർഫോമൻസിൽ കുറവാണെന്ന് നമുക്ക് പറയാൻ പറ്റില്ല. എല്ലാം പെർഫെക്റ്റ്ലി ഒപ്റ്റിമൈസ്ഡ് ആയിരിക്കും ഇതിലും. സത്യം പറഞ്ഞാൽ ഇപ്പോൾ നമുക്ക് രണ്ടിലും ഒരു ഡിഫറൻസും ഫീൽ ചെയ്യില്ല. ഇതിൽ നമുക്ക് അടിപൊളിയായിട്ട് ഗെയിം കളിക്കാം, എത്ര ഹെവി ആണെങ്കിലും A12 ബയോണിക്കിൽ കളിക്കാം. സെയിം പെർഫോമൻസ്, ഒരു പക്ഷേ ചില കാര്യങ്ങളിൽ മാത്രം ഒരു പടി മുകളിലായിരിക്കും നമുക്ക് A13, വേറെ ഒരു വ്യത്യാസമില്ല. സോ പെർഫോമൻസിൽ ഡിഫറൻസ് എപ്പോഴാണ് വരികയെന്ന് വെച്ച് കഴിഞ്ഞാൽ വർഷങ്ങൾക്ക് ശേഷമാണ് ആ ഡിഫറൻസ് ഫീൽ ചെയ്യുക. ഫോർ ദ ടൈം ബീങ് 8th ജനറേഷൻ 9th ജനറേഷൻ ഓൾമോസ്റ്റ് ഈക്വൽ ഇൻ ടേംസ് ഓഫ് പെർഫോമൻസ്. ഈ 3 കാര്യങ്ങളാണ് 64 GB, A13 ബയോണിക് ആൻഡ് സെൻറ്റർ സ്റ്റേജ് ക്യാമറ, പിന്നെ കളറിൻ്റെ വ്യത്യാസവും. സത്യം പറഞ്ഞാൽ വേറെ ഒരു അപ്ഡേറ്റ്സും ഇല്ല ഐപാഡ് 9th ജനറേഷൻ 8th ജനറേഷനായിട്ട് നോക്കുമ്പോൾ. സോ 8th ജനറേഷൻ ആക്ച്വലി ആപ്പിളിൻ്റെ സൈറ്റിൽ നിന്ന് റിമൂവ് ചെയ്തു. apple.com-ൽ നിങ്ങൾക്ക് ഒരിക്കലും മേടിക്കാൻ പറ്റില്ല. പക്ഷേ ദിസ് പ്രോഡക്റ്റ് വിൽ ബി സ്റ്റിൽ അവൈലബിൾ ഓൺ ആമസോൺ ആൻഡ് ഫ്ലിപ്കാർട്ട് ഐ ഗെസ്. സോ ഇതിൻ്റെ പ്രൈസ് 29,000 ഇപ്പോൾ 7th ജനറേഷൻ എടുക്കാൻ നിന്നിരുന്ന സമയത്ത് 8th ജനറേഷൻ ഇറങ്ങിയപ്പോൾ 7th ജനറേഷൻ്റെ പ്രൈസ് 27-26K ആയിട്ട് കുറഞ്ഞു. 8th 29,900 അല്ലെങ്കിൽ 30,000 അപ്രോക്സിമേറ്റ്ലി ആയിരുന്ന സമയത്ത് 7ൻ്റെ വില കുറഞ്ഞു 8 ഇറങ്ങിയപ്പോൾ. അതേപോലെ 8 ഇറങ്ങുമ്പോൾ 9 ഇറങ്ങുമ്പോൾ 8ൻ്റെ വില ഏകദേശം 27-25K അടുത്ത് വരെ കുറയാം. ആ ഒരു പ്രൈസിന് ഈ ഒരു ഐപാഡ് 8th ജനറേഷൻ വാല്യൂബിൾ ആണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ യെസ്, ഡെഫിനറ്റ്ലി യു ക്യാൻ പർച്ചേസ് ദിസ് പ്രോഡക്റ്റ്. ദാറ്റ്സ് ഇറ്റ്. പിന്നെ ഒരു കാര്യം കൂടി പറയണം, ഇതിൻ്റെയൊക്കെ ബോക്സിൽ ചാർജർ ഉണ്ടോ എന്ന് ചോദിക്കും. യെസ് ഉണ്ട്. യു ആർ ഗെറ്റിംഗ് ദ സ്റ്റിൽ സെയിം 20 watt ഫാസ്റ്റ് ചാർജർ. 8th ജനറേഷൻ്റെ കൂടെ 20 watt ഫാസ്റ്റ് ചാർജർ ഉണ്ട്, 9th ജനറേഷൻ്റെ കൂടെ 20 watt ഫാസ്റ്റ് ചാർജർ ഉണ്ട്. നല്ലൊരു കാര്യമാണ്. ഇനി ഐപാഡ് മിനിനെ കുറിച്ച് സംസാരിക്കാം. മിനിക്കുട്ടിക്ക് ഒറ്റ പ്രശ്നം കിട്ടും, എക്സ്ട്രീംലി ഓവർ പ്രൈസ്ഡ് എന്നുള്ള ഒരൊറ്റ പ്രശ്നം. ആ വില ഒരു പൊടിക്ക് താഴ്ത്തിയിരുന്നെങ്കിൽ ഐ വുഡ് ഹാവ് ഗോൺ ഫോർ ദി ഐപാഡ് മിനി. ഫസ്റ്റ് കംപ്ലീറ്റ് റീഡിസൈൻമെൻറ്റ്, ബോക്സി ഡിസൈൻ, ഐപാഡ് എയർ ആൻഡ് ഐപാഡ് പ്രോൻ്റെ ടൈപ്പ് ഡിസൈൻ, ബോക്സി ഡിസൈൻ, അടിപൊളി ഡിസൈൻ. ബാക്കിൽ 12 MP iPhone 12-ൻ്റെ ഒരു ക്യാമറ, ഫ്രണ്ടിൽ സെൻറ്റർ സ്റ്റേജ് 12 MP അൾട്രാ വൈഡ് ക്യാമറ. പ്രോസസ്സർ ഞാൻ ഏറ്റവും കൂടുതൽ പ്രതീക്ഷിച്ചത് A14 ബയോണിക് അല്ലെങ്കിൽ A13 ബയോണിക് ആയിരുന്നു. പക്ഷേ എൻ്റെ പ്രതീക്ഷകളെല്ലാം തിരിച്ചുകൊണ്ട് iPhone 13 സീരീസിലത്തെ ആപ്പിൾ A15 ബയോണിക് പ്രോസസ്സറാണ് ഐപാഡ് മിനി 6th ജനറേഷനിൽ കൊടുത്തിരിക്കുന്നത്. വിച്ച് മേക്സ് ദി ഐപാഡ് മിനി അങ്ങനെ പറയാൻ പറ്റില്ല, ഐപാഡ് പ്രോ ഉണ്ട്. M1 ഐപാഡ് പ്രോയിന് ശേഷം ഐപാഡ് ലൈനപ്പിലുള്ള ഏറ്റവും എക്സ്ട്രീംലി പവർഫുൾ എഫിഷ്യൻ്റ് ആയിട്ടുള്ള മെഷീനാണ് ഐപാഡ് മിനി 6th ജനറേഷൻ ആഫ്റ്റർ ദി ഐപാഡ് പ്രോ M1. യെസ്, A15 ബയോണിക് ഈസ് നോട്ട് ആസ് പവർഫുൾ ആസ് ദി M1. പക്ഷേ M1 ഐപാഡ് പ്രോ മാറ്റി നിർത്തി കഴിഞ്ഞാൽ ഏറ്റവും പവർഫുൾ ഐപാഡ് ഇൻ ദ വേൾഡ് ഈസ് മിനി 6th ജനറേഷൻ. ഒന്ന്. അടുത്തത് ഏറ്റവും എനിക്ക് ഉൾക്കൊള്ളാൻ പറ്റാത്തൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ കീബോർഡ് അറ്റാച്ച് ചെയ്യാൻ വേണ്ടിയിട്ട് ആപ്പിളിൻ്റെ തന്നെ ഒരു സാധനമാണ് ഈ കാണുന്ന 3 ഉണ്ട പോലത്തെ സാധനം. ദിസ് ഈസ് സ്മാർട്ട് കണക്റ്റർ. ആപ്പിളിൻ്റെ സ്മാർട്ട് കീബോർഡിൻ്റെ ഇവിടെ ഒരു 3 ഓട്ട ഉണ്ടാവും. ഇതിങ്ങനെ അറ്റാച്ച് ചെയ്ത് കഴിഞ്ഞാൽ ഫിസിക്കലായിട്ട് ഒരു മാഗ്നറ്റാണിത്. ഇതിൽ കൂടെ തന്നെ നമുക്ക് കീബോർഡ് കണക്ട് ചെയ്യാൻ കീബോർഡ് സപ്പോർട്ട് കിട്ടും. സോഫ്റ്റ്വെയർ iPadOS സപ്പോർട്ടഡ് ബൈ കീബോർഡ് ആൻഡ് മൗസ്. സോ അതിൻ്റെ ഗുണമെന്ന് പറഞ്ഞാൽ നമുക്ക് തീരെ ഡിലേ ലേറ്റൻസി ഒന്നും ഇല്ലാതെ ചെയ്യാം. ആൻഡ് ഓഫ് കോഴ്സ് ബ്ലൂടൂത്ത് കീബോർഡ്സും സപ്പോർട്ടഡ് ആണ്. പക്ഷേ ഐപാഡ് പ്രോയിലും ഐപാഡ് എയറിലൊക്കെ ഈ സ്മാർട്ട് കണക്ടർ മാറ്റി ബാക്ക് സൈഡിലാക്കി. ആൻഡ് അതിനവർ മാജിക് കീബോർഡ് എന്ന് പറയുന്നത്. ഐപാഡ് ഇത്തിരി എയറിലൊക്കെ ഇരിക്കുക, അതായത് ഇത്തിരി പൊന്തിയിട്ട് കീബോർഡാണ് ഐപാഡിനെ താങ്ങുക, സ്റ്റാൻഡൊക്കെയുള്ള നല്ല സെറ്റപ്പ് സാധനം. പക്ഷേ ഐപാഡ് മിനിയിൽ സ്മാർട്ട് കണക്ടർ ഇല്ല. ഐപാഡ് മിനിയിൽ സ്മാർട്ട് കണക്ടർ എന്ന് പറഞ്ഞ സാധനം ഇല്ല. സോ നൈദർ ദി സ്മാർട്ട് കീബോർഡ് നോർ ദി മാജിക് കീബോർഡ് ഇസ് സപ്പോർട്ടഡ്. നമുക്ക് ബ്ലൂടൂത്ത് കീബോർഡ്സ് മാത്രമേ അറ്റാച്ച് ചെയ്യാൻ പറ്റുള്ളൂ. പിന്നെ ആപ്പിൾ പെൻസിൽ 2nd ജനറേഷൻ സപ്പോർട്ടുണ്ട്, അതൊക്കെ നല്ല കാര്യം. അതാണ് ഐപാഡ് മിനിനെ കുറിച്ചുള്ള അഭിപ്രായം. സോ ഏതെടുക്കണമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ വലിയൊരു കോടീശ്വരനാണെങ്കിൽ അല്ലെങ്കിൽ എക്സ്ട്രീം പവർഫുൾ മെഷീനാണ് നോക്കുന്നതെന്നുണ്ടെങ്കിൽ ഐപാഡ് പ്രോ 11 ഇഞ്ച് ഞാൻ സജസ്റ്റ് ചെയ്യും. M1 ഐപാഡ് പ്രോ 11 ഇഞ്ച് വിച്ച് സ്റ്റാർട്ടിങ് ഫ്രം 74-76K ഐ ഗസ്. അതെ, അത് എക്സ്ട്രീംലി എഫിഷ്യൻ്റ് ആയിട്ടുള്ളൊരു മെഷീനാണ്. മാക്ബുക്ക് M1 അല്ലെങ്കിൽ മാക്ബുക്കിൻ്റെ പ്രോസസ്സറാണ്. ഓഫ് കോഴ്സ് യു ക്യാൻ ഇമാജിൻ ദി പവർ ഓഫ് ദാറ്റ്, റൈറ്റ്? അങ്ങനെ. ഇനി അതല്ല, നിങ്ങൾക്ക് ഇത്രയും കൂടി അഫോർഡബിൾ ആയിട്ടുള്ള പ്രൈസിൽ കോമ്പാക്റ്റ് ആയിട്ടുള്ളൊരു ഡിവൈസാണ് നോക്കുന്നത്, എന്നാൽ പെർഫോമൻസിൻ്റെ കാര്യത്തിൽ അൺകോംപ്രമൈസ്ഡ് ആയിരിക്കണം എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് 2 ഓപ്ഷൻസാണുള്ളത്. ഒന്ന് ഐപാഡ് എയർ 4th ജനറേഷനും ഐപാഡ് മിനി 6th ജനറേഷനും. ഐപാഡ് 9th ജനറേഷനും ഇവിടെ കൂട്ടാം, 8th കൂട്ടാം. കാരണം
iPad 8, 9, Air 4, Mini 6 ഈ പറഞ്ഞ 4 ഐപാഡ്സിനും A12, A13, A14, A15. Okay, iPad 8th generation is A12 Bionic processor, 9th generation is A13 Bionic processor, iPad Air 4th generation is A14 Bionic processor, and Mini 6th generation is A15 Bionic. 4 generation of processors, right? എല്ലാം ഓൾമോസ്റ്റ് ഈക്വൽ ഇൻ പവറാണ്. നമുക്ക് ഇപ്പം ഞാൻ പറഞ്ഞ പോലെ ഈ ഒരു ടൈമിൽ നമുക്ക് ആ ഡിഫറൻസ് ശരിക്കും ഫീൽ ചെയ്യില്ല. സോ ഞാൻ സജസ്റ്റ് ചെയ്യുക, നിങ്ങൾക്കൊരു കോമ്പാക്ട് ഡിവൈസ് വേണം, അൺകോംപ്രമൈസ്ഡ് പവർ ആണെന്നുണ്ടെങ്കിൽ iPad mini 6. കാരണം ഔട്ട് ഓഫ് ദീസ് 4 iPads or among these 4 iPads, iPad mini 6 has the greatest specifications. A 15 bionic processor ഉണ്ട്, which is getting the latest neural engine which supports in augmented reality, artificial intelligence, machine learning and so on. അതൊക്കെ ന്യൂറൽ എഞ്ചിനൊക്കെ A12 ബയോണിക്കിലുണ്ട്, എൻ്റെ ഐപാഡിലുണ്ട്, അതൊക്കെ നല്ലതാണ്. ഇനി മിനി 6 കഴിഞ്ഞിട്ട് നിങ്ങൾ ഏതെടുക്കണമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ Air 4 സജസ്റ്റ് ചെയ്യും. അത് കഴിഞ്ഞിട്ട് ബഡ്ജറ്റ് ഐപാഡ് നോക്കുന്നവരാണെങ്കിൽ യു ക്യാൻ ഓഫ് കോഴ്സ് ധൈര്യമായിട്ട് ഗോ ഹെഡ് ഫോർ iPad 9th generation. പിന്നെ 9th എടുക്കാൻ പൈസ ഇല്ല എന്നുള്ളൊരു പൈസ ഇല്ല എന്നല്ല, 8th എടുക്കണം എന്നുണ്ടെങ്കിൽ നിങ്ങൾ ഒന്നുകൊണ്ടും പേടിക്കേണ്ട, നിങ്ങൾ 8th ഒരിക്കലും ഡിസാറ്റിസ്ഫൈഡ് ആവില്ല. ഇപ്പോൾ 7 എടുക്കണോ 8 എടുക്കണോ എന്ന് ചോദിച്ചാൽ വ്യത്യാസം ഉണ്ടാവും. കാരണം 7ൽ iPad 7th generation A10 ഫ്യൂഷൻ ചിപ്പാണ്, iPad 8ൽ A12 ബയോണിക് വന്നു, നല്ലൊരു ഹ്യൂജ് പെർഫോമൻസ് ഇമ്പ്രൂവ്മെൻ്റ് ഉണ്ട്. പക്ഷേ A12 A13 തമ്മിൽ വലിയ ചെറിയ വ്യത്യാസമുള്ളൂ. അതുകൊണ്ട് നിങ്ങൾക്ക് റിഗ്രഷൻ ഉണ്ടാവില്ല. 8 എടുക്കണം എന്നുള്ളവർക്ക് 8 തന്നെ എടുക്കാം. ഫ്രം Amazon, Flipkart ഇറ്റ്സ് അവൈലബിൾ. സോ ദാറ്റ്സ് ഇറ്റ് ഗൈസ്, താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്. അടുത്തൊരു വീഡിയോ ആയിട്ട് ഞാൻ നിങ്ങളുടെ മുന്നിലേക്ക് വീണ്ടും വരുന്നതായിരിക്കും. Until then, this is me, Lance, signing off, and bye for now.